Hi students, welcome to Botany online class. In the previous class we had learned about double fertilization. Today we are going to learn about post fertilization structures and events. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. Following double fertilization, events of endosperm and embryo development, maturation of ovules into seeds and ovary into fruit are collectively termed as post-fertilization events. അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, മെച്ചുറേഷൻ ഓഫ് ഓവ്യൂൾസ് ഇൻറ്റു സീഡ്സ് and ovary into fruit are collectively termed as post-fertilization events. First of all, we are going to learn about endosperm. Endosperm development precedes embryo development. അപ്പോൾ എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുന്നേ തന്നെയാണ് എൻഡോസ്പേമിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ പ്രൈമറി എൻഡോസ്പേം സെൽ ഡിവൈഡ്സ് റിപ്പീറ്റഡ്ലി ആൻഡ് ഫോംസ് എ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞായിരുന്നു. പ്രൈമറി എൻഡോസ്പേം സെൽ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം സെല്ലാവും എന്ന് പറഞ്ഞല്ലേ. ആൻഡ് ദിസ് പ്രൈമറി എൻഡോസ്പേം സെൽ ഡിവൈഡ്സ് റിപ്പീറ്റഡ്ലി ആൻഡ് ഫോംസ് എ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ. The cells of this tissue are filled with reserve food materials and are used for the nutrition of developing embryo. അപ്പോൾ ഈ സെൽസിനകത്ത് നിറയെ റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടാകും. അത് ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയുടെ ന്യൂട്രീഷന് ആവശ്യമായ റിസർവ് ഫുഡ് മെറ്റീരിയൽസാണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി PEN undergoes successive nuclear divisions to give rise to free nuclei. വീണ്ടും ഇതെന്ത് ചെയ്യുന്നറിയാം? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് വീണ്ടും കുറേ ന്യൂക്ലിയർ ഡിവിഷൻസിന് വിധേയമായിട്ട് കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും, ഫ്രീ ന്യൂക്ലിയസ് ഉണ്ടാവും. ദിസ് സ്റ്റേജ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് ഈസ് കാൾഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അപ്പോൾ ഈ സ്റ്റേജിൽ വിളിക്കുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്നാണ്. ദ നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ ഫോംഡ് ബിഫോർ cellularization varies greatly. The coconut water from tender coconut that you are familiar with, നിങ്ങൾക്കറിയാം കരിക്കിൻ വെള്ളം അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഈ കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് അറിയാമോ? അതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. നമ്മുടെ കോക്കനട്ട് വാട്ടർ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയസുകളാണത്. മേഡപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ദ സറൗണ്ടിങ് വൈറ്റ് കേർണൽ ഈസ് ദ സെല്ലുലാർ എൻഡോസ്പേം. നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് തിരുമിയെടുക്കുന്ന സാധനമില്ലേ, ചിരകിയെടുക്കുന്ന ആ വെളുത്ത സാധനം, തേങ്ങ എന്ന് പറഞ്ഞിട്ട് തിരുമിയെടുക്കുന്ന സാധനം, അത് യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? സെല്ലുലാർ എൻഡോസ്പേം ആണ്. അപ്പോൾ തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമും വൈറ്റ് കേർണൽ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പേമുമാണ്. എൻഡോസ്പേം മേ ബി കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ബിഫോർ സീഡ് മെച്ചുറേഷൻ ഓർ ഇറ്റ് മേ ബി പെർസിസ്റ്റൻ്റ് ഇൻ മെച്യൂർ സീഡ്. ഇപ്പോൾ ചില പ്ലാന്റ്സിൽ എൻഡോസ്പേം എന്ത് ചെയ്യുന്നറിയാം? എംബ്രിയോ ഡെവലപ്മെൻറ്റിന് മുന്നേ തന്നെ അത് കൺസ്യൂം ചെയ്ത് തീർക്കും, ഉപയോഗിച്ച് തീർക്കും. ഫോർ എക്സാമ്പിൾ പീ, ഗ്രൗണ്ട്നട്ട്, ബീൻസ് എക്സെട്ര. ഇനി ചിലതിലാണെങ്കിലോ എൻഡോസ്പേം പെർസിസ്റ്റൻ്റ് ആണ്, അത് അവിടെ തന്നെ ഉണ്ടാവും, സീഡിൽ തന്നെ ഉണ്ടാവും. കാസ്റ്റർ, കോക്കനട്ട് എക്സെട്ര. ദെൻ നെക്സ്റ്റ് വൺ എംബ്രിയോ. ഇനി അടുത്തത് എംബ്രിയോ ആണ്. Embryo develops at the micropylar end of the embryo sac where the zygote is situated. നമുക്കറിയാം zygote undergo division to form the embryo. Zygote after fertilization, zygote is formed and the zygote undergo division to form embryo. പഠിച്ചിട്ടുണ്ടല്ലോ. Most zygotes divide only after certain amount of endosperm is formed. മിക്കവാറും സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടക്കുന്നത് കുറച്ച് എൻഡോസ്പേം ഉണ്ടായതിന് ശേഷമാണ്.
എന്തിനായിരിക്കും? കുറച്ച് എൻഡോസ്പേം ഉണ്ടായതിന് ശേഷമാണ് സാധാരണ രീതിയിൽ സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. സൈഗോട്ടിൻ്റെ ഡിവിഷൻ നടന്നാൽ എന്ത് ഫോം ചെയ്യുന്നത്? എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പോൾ എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷമാണ് എംബ്രിയോ ഫോമേഷൻ നടക്കുന്നത്. എന്താ കാരണം? ദിസ് ഈസ് എൻ അഡാപ്റ്റേഷൻ ടു പ്രൊവൈഡ് അഷ്വേർഡ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അപ്പോൾ ആ എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ ഉറപ്പാക്കാൻ വേണ്ടി, ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോയ്ക്ക് ന്യൂട്രീഷൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് സൈഗോട്ട് എൻഡോസ്പേം ഫോം ചെയ്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ എംബ്രിയോജനി. എന്താണ് എംബ്രിയോജനി എന്ന് പറഞ്ഞാൽ? The development of embryo is called embryogeny. The zygote give rise to proembryo, subsequently to globular, heart-shaped and mature embryo. അപ്പോൾ എംബ്രിയോജനി അല്ലെങ്കിൽ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ്. ആദ്യം അത് ഒരു പ്രോ എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജ്, വീണ്ടും ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആൻഡ് മെച്വർ എംബ്രിയോ. അങ്ങനെ ആ ഒരു രീതിയിലാണ് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. പേര് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ദെൻ എ ടിപ്പിക്കൽ ഡൈക്കോട്ടിലനസ് എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡൻസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡൈക്കോട്ട് എംബ്രിയോയുടെയും മോണോക്കോട്ട് എംബ്രിയോയുടെയും സ്ട്രക്ചറാണ്. അതിൽ ആദ്യം നമ്മൾ ഡൈക്കോട്ടിൻ്റെയാണ് പറയുന്നത്. A typical dicotyledonous embryo consists of an embryonal axis and 2 cotyledons. ഡൈക്കോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കോട്ടിലിഡൻസ് ഉണ്ടാവും? 2 കോട്ടിലിഡൻസ്, പിന്നെ ഒരു എംബ്രിയോണൽ ആക്സിസ്. The portion of the embryonal axis above the level of cotyledons is എപ്പികോട്ടൈൽ. അതായത് കോട്ടിലിഡൻസിന് മുകളിലുള്ള ഭാഗത്തെ എപ്പികോട്ടൈൽ എന്നും കോട്ടിലിഡൻസിന് താഴെയുള്ള ഭാഗത്തെ ഹൈപ്പോകോട്ടൈൽ എന്നും വിളിക്കും. The portion of the embryonal axis above the level of cotyledons is called epicotyl and below the level of cotyledon is called hypocotyl. Epicotyl terminates with plumule. Epicotyl terminates with plumule or stem tip. And hypocotyl terminates its lower end with radicle or root tip. അപ്പോൾ എപ്പികോട്ടയിൽ ടെർമിനേറ്റ് ചെയ്യുന്നത് പ്ലിമ്യൂളിലും, പ്ലിമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ടിപ്പ് എന്ന് പറയും. ദെൻ ഹൈപ്പോകോട്ടയിൽ ടെർമിനേറ്റ്സ് വിത്ത് റാഡിക്കിൾ ഓർ റൂട്ട് ടിപ്പ്. അപ്പോൾ പ്ലിമ്യൂൾ സ്റ്റെമ്മായിട്ടും റാഡിക്കിൾ റൂട്ടായിട്ടുമാണ് മാറുന്നത്. The root tip is covered with a root cap. ഇനി റൂട്ടിനെ കവർ ചെയ്ത് എന്തുണ്ടാവും? റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. അടുത്ത് മോണോക്കോട്ടിൻ്റെ ആണ്. മോണോക്കോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര കോട്ടിലിഡൻസ് ഉണ്ടാവും? ഇറ്റ് പോസസ് only 1 കോട്ടിലിഡൻ. ഇൻ ദ ഗ്രാസ് ഫാമിലി ദ കോട്ടിലിഡൻ ഈസ് കാൾഡ് സ്കൂട്ടല്ല. ആകെ ഒരു കോട്ടിലിഡനേ ഉള്ളൂ, അതിനെ വിളിക്കുന്ന പേരാണ് സ്കൂട്ടല്ല. And embryonal axis. At its lower end, the embryonal axis has the radicle and the root cap enclosed in an undifferentiated sheath called coleorhiza. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്ലിമ്യൂളെന്നും റാഡിക്കിളെന്നും പറഞ്ഞില്ലേ ഡൈക്കോട്ടിൻ്റെ കാര്യത്തിൽ, അതേപോലെ ഇവിടെ എംബ്രിയോണൽ ആക്സിസിൻ്റെ ലോവർ എൻഡ് അതിനെ പൊതിഞ്ഞിട്ട് ഒരു ഷീത്ത് കാണപ്പെടും. അതായത് ലോവർ എൻഡ് എന്ന് പറയുന്നത് റാഡിക്കിൾ. ആ റാഡിക്കിളിനെ പൊതിഞ്ഞ് കാണുന്ന ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത്, അതിനെ കോളിയോറൈസ എന്നാണ് പറയുന്നത്. ആൻ അൺഡിഫറൻഷിയേറ്റഡ് ഷീത്ത് കവേർഡ് ബൈ റാഡിക്കിൾ ആൻഡ് ദ റൂട്ട് ക്യാപ്പ് ഈസ് എൻക്ലോസ്ഡ് വിച്ച് ഈസ് കാൾഡ് കോളിയോറൈസ. The portion of the embryonal axis above the level of attachment of scutellum is the epicotyl. Embryonal axis ന് മുകളിലുള്ളത് epicotyl. Epicotyl has a shoot apex and few leaf primordia enclosed in a hollow foliar structure called coleoptile. അപ്പോൾ കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത് ഷൂട്ട് ടിപ്പിനെ കവർ ചെയ്തിരിക്കുന്ന ഷീത്താണ്. ഷൂട്ട് ടിപ്പിനെ കവർ ചെയ്യുന്ന ഷീത്തിനെയാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി കോളിയോറൈസ എന്ന് പറയുന്നത് റൂട്ട് ടിപ്പിനെ കവർ ചെയ്യുന്ന ഷീത്ത്. ഓക്കെ.
ദെൻ ഇനി സീഡാണ്. സീഡ് എന്താണ് സീഡ് എന്ന് പറഞ്ഞാൽ? ഇൻ ആൻജിയോസ്പേംസ് ദ സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ആൻജിയോസ്പേംസിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? സീഡാണ്. സീഡ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. അറിയാലോ, ഫ്രൂട്ട്സിനകത്താണ് സാധാരണ സീഡ്സ് ഫോം ചെയ്യുന്നത്. മെച്ചുർ സീഡ്സ് മേ ബി നോൺ ആൽബുമിനസ് ഓർ ആൽബുമിനസ്. ഇനി ചില സീഡുകളെന്ന് പറഞ്ഞാൽ ആൽബുമിനസ് സീഡ്സ് ആവാം, ചിലത് നോൺ ആൽബുമിനസ്. നോൺ ആൽബുമിനസ് സീഡ്സ് ഹാവ് നോ റെസിഡ്യുവൽ എൻഡോസ്പേം. എന്താണ് നോൺ ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ? അതിനകത്ത് എൻഡോസ്പേം കാണില്ല. എൻഡോസ്പേം ഇല്ലാത്ത സീഡാണ് നോൺ ആൽബുമിനസ്. എക്സാമ്പിൾ പീ, ഗ്രൗണ്ട് നട്ട് എക്സെട്ര. ആൽബുമിനസ് സീഡ്സ് റിറ്റെയിൻ എ പാർട്ട് ഓഫ് എൻഡോസ്പേം. അപ്പോൾ അവിടെ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? കുറച്ച് എൻഡോസ്പേം ഉണ്ടാവും. അതവിടെ എന്തിനു വേണ്ടിയിട്ട്? ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എൻഡോസ്പേം അവിടെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ ആൻഡ് സൺഫ്ലവർ എക്സെട്ര. ഓക്കെ. ഇൻ സം സീഡ്സ് സച്ച് ആസ് ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്, remnants of nucellus are also persistent. This residual persistent nucellus is called perisperm. അപ്പോൾ ഇനി ചില സീഡ്സിൽ, അതായത് നമ്മുടെ കുരുമുളക് അറിയാലോ, കുരുമുളക് പോലുള്ള സീഡ്സിൽ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ന്യൂസെല്ലസ് പഠിച്ചത്. ആ ന്യൂസെല്ലസിൽ കുറേ ഭാഗം എന്ത് ചെയ്യുന്നറിയാവോ? അവിടെ അവശേഷിക്കും, പെർസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ദിസ് റെസിഡ്യുവൽ പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലസ് ഈസ് ദ പെരിസ്പേം. അപ്പോൾ ഈ അവശേഷിക്കപ്പെടുന്ന ന്യൂസെല്ലസിനെ എന്ത് വിളിക്കും? പെരിസ്പേം എന്ന് വിളിക്കും. അപ്പോൾ സീഡ്സ് എന്ന് പറയുന്നത് ആൻജിയോസ്പേംസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റാണ്. സീഡ്സ് മേ ബി നോൺ ആൽബുമിനസ് ഓർ ആൽബുമിനസ്. നോൺ ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിഡ്യുവൽ എൻഡോസ്പേം ഇല്ലാത്തത്. അതിന് എക്സാമ്പിൾ അറിയണം, പീ, ഗ്രൗണ്ട് നട്ട്. ദെൻ ആൽബുമിനസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? റെസിഡ്യുവൽ എൻഡോസ്പേം ഉണ്ട്. വീറ്റ്, മെയ്സ്, ബാർലി എക്സെട്ര. ദെൻ അടുത്തത് പെരിസ്പേം. എന്താണ് പെരിസ്പേം എന്ന് പറഞ്ഞാൽ? പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലസ്. പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലസ് ഇസ് കാൾഡ് പെരിസ്പേം. ഓക്കെ. ഇനി ഇൻറ്റഗുമെൻറ്റ്സ് ഓഫ് ഓവ്യൂൾസ് ഹാർഡൻ ആസ് ടഫ് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട്സ്. നമ്മൾ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോഴത്തേക്ക് അവിടെ ഇൻറ്റഗുമെൻറ്റ്സ് പറഞ്ഞു. ആ ഇൻറ്റഗുമെൻറ്റ്സ് എന്തായിട്ട് മാറും? സീഡ് കോട്ടായിട്ട് മാറും. ദ മൈക്രോപൈൽ റിമെയിൻസ് ആസ് എ സ്മോൾ പോർ ഇൻ ദ സീഡ് കോട്ട്. ആ സീഡ് കോട്ടിൽ മൈക്രോപൈൽ ഒരു ചെറിയ സുഷിരമായിട്ട് ഇങ്ങനെ കിടക്കും. എന്തിനാണ് മൈക്രോപൈലിൻ്റെ ആവശ്യകത? എന്താണ്? ദിസ് ഫെസിലിറ്റേറ്റ് എൻട്രി ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഇൻ ടു ദ സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. അപ്പോൾ വിത്ത് മുളയ്ക്കണമെങ്കിൽ നമുക്കറിയാം സൺലൈറ്റ് വേണം, എയർ വേണം, വാട്ടർ വേണം. അപ്പോൾ ഈ എയറും വാട്ടറും വിത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? മൈക്രോപൈലിലൂടെയാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എൻട്രി ഓഫ് ഓക്സിജൻ ആൻഡ് വാട്ടർ ഇൻ ടു ദ സീഡ് ഡ്യൂറിങ് ജെർമിനേഷൻ. The embryo may enter a state of inactivity state called dormancy. അപ്പോൾ ഇതിനകത്തുള്ള സീഡിനകത്തുള്ള എംബ്രിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ഇനാക്ടിവിറ്റി സ്റ്റേജിലായിരിക്കും. അതിനെ സീഡ് ഡോർമൻസി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ടുള്ള ആ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം കിട്ടുവാണെങ്കിൽ അതെന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. ഫേവറബിൾ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ആഡിക്വേറ്റ് മോയ്സ്ചർ, ഓക്സിജൻ, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ, ഇതെല്ലാം കിട്ടുമ്പോഴേക്കും എന്ത് ചെയ്യും? ജെർമിനേഷൻ നടക്കും. As ovules mature into seeds, the ovary into fruit. Then the wall of the ovary develops into fruit wall. Ovary wall develops into fruit wall called pericarp. Fruit wall ne വിളിക്കുന്ന പേരാണ് pericarp. ഇനി രണ്ട് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങൾ ഫാൾസ് ഫ്രൂട്ട് എന്നും ട്രൂ ഫ്രൂട്ട്സ് എന്നും കേട്ടിട്ടില്ലേ? ഫാൾസ് ഫ്രൂട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സാധാരണ നമുക്കറിയാം ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നതെന്ന് പറഞ്ഞല്ലേ. ഇൻ മോസ്റ്റ് പ്ലാന്റ്സ് ബൈ ദ ടൈം ഫ്രൂട്ട് ഡെവലപ്സ് ഫ്രം ഓവറി ആൻഡ് അതർ ഫ്ലോറൽ പാർട്സ് ഡീജനറേറ്റ് ആൻഡ് ഫാൾ ഓഫ്. മിക്കവാറും എല്ലാ പ്ലാന്റ്സിലും ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ സമയത്ത് ബാക്കി എല്ലാ ഫ്ലോറൽ പാർട്സും പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിൽ
ഓവറി അല്ലാതെ തലാമസ് ഓർ റെസെപ്റ്റക്കിൾ, അതായത് ഈ ഫ്ലോറൽ പാർട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ തലാമസ് അല്ലെങ്കിൽ റെസെപ്റ്റക്കിൾ. ആ റെസെപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ് എന്ത് ചെയ്യുന്നറിയാവോ, ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. In few species such as apple, strawberry, cashew, etc., the thalamus also contributes to fruit formation. അപ്പോൾ തലാമസ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും, ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യും. സച്ച് ഫ്രൂട്ട്സ് ആർ കാൾഡ് ഫാൾസ് ഫ്രൂട്ട്. അങ്ങനെയുള്ള പഴങ്ങളെ നമ്മൾ ഫാൾസ് ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഫ്രൂട്ട്സ് അവർ ഡെവലപ്പ് ഓൺലി ഫ്രം ഓവറി ആൻഡ് ആർ കാൾഡ് ട്രൂ ഫ്രൂട്ട്സ്. സാധാരണ മിക്കവാറും എല്ലാ പഴങ്ങളും എവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്, ഓവറിയിൽ നിന്ന് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓവറിയിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും ഫ്ലോറൽ പാർട്സ്, ഇപ്പോൾ കൂടുതലും തലാമസാണ്. ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഇതിലെല്ലാം തലാമസാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ സ്പീഷീസ് ഫ്രൂട്ട്സ് ആർ ദ റിസൾട്ട്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. നമുക്കറിയാലോ, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാണ് എന്തുണ്ടാവുന്നത്, ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഇനി ചില സ്പീഷീസിൽ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. ദർ ആർ ഫ്യൂ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഫ്രൂട്ട്സ് ഡെവലപ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എന്നാൽ ചില സ്പീഷീസിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. സച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആർ കാൾഡ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങളെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയും. എക്സാമ്പിൾ ബനാന. ഇത് ഈ പാർത്തനോകാർപ്പി നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ, അതായത് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ രംഗത്തൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ, സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാനായിട്ട്. Parthenocarpy can be induced through the application of growth hormones. Such fruits are seedless. നമുക്കിപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടും, എന്താണ്, സീഡില്ലാത്ത ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊക്കെ. അതിങ്ങനെ പാർത്തനോകാർപ്പി വഴി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. അതുകൂടെ പറയുമ്പോൾ നമ്മുടെ ചാപ്റ്റർ അങ്ങ് തീരും. അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. Although seeds in general are the products of fertilization, a few flowering plants such as some species of Asteraceae and grasses have evolved a special mechanism to produce seeds without fertilization called apomixis. അതായത് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, സാധാരണ രീതിയിൽ ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷന് ശേഷം ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നു, അതിനകത്ത് സീഡ്സ് ഉണ്ടാവുന്നു. എന്നാൽ ചില പ്ലാന്റ് സ്പീഷീസിൽ, അതായത് ആസ്ട്രേസിയെ ആൻഡ് ഗ്രാസ്, ദേ ഹാവ് ഇവോൾഡ് എ സ്പെഷ്യൽ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് അപ്പോമിക്സിസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നറിയാവോ, സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അപ്പോമിക്സിസ്. യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് വിച്ച് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. പക്ഷേ അത് സെക്ഷൽ റീപ്രൊഡക്ഷനെ അനുകരിക്കുന്നു. അപ്പോമിക്സിസ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദാറ്റ് മിമിക്സ് സെക്ഷൽ reproduction. There are several ways of development of apomictic seeds. In some species, the diploid egg cell formed without a reduction division and develops into embryo without fertilization. നമ്മുടെ ഡിപ്ലോയിഡ് എഗ് സെല്ലില്ലേ, ഡിപ്ലോയിഡ് എഗ് സെല്ല് എങ്ങനെ ഫോം ചെയ്യുന്നത്, എംബ്രിയോ സാക്കിനകത്ത് ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് എഗ് സെൽ ഉണ്ടാവും. അപ്പോൾ അത് എന്തായിട്ട് വീണ്ടും റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഓവ്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല. റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ അത് ഡയറക്റ്റായിട്ട് എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അടുത്തത് പോളി എംബ്രിയോണി. ഒക്കറൻസ് ഓഫ് മോർ than one embryo in a seed is referred to as polyembryony. അതായത് എംബ്രിയോ സാക്കിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവും. സാധാരണ എന്താണ്,
ഒരു സീഡിനകത്ത് ഒരു എംബ്രിയോയെ കാണുള്ളൂ. എന്നാൽ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഒരു സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടും. അതിനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിക്കുന്നതെന്ന് പറയുന്നത് ഈ അപ്പോമിക്സിസിൻ്റെയൊക്കെ ഉപയോഗം ചോദിക്കും. എന്താണ് അപ്പോമിക്സിസ് കൊണ്ട് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ ഉള്ള ഉപയോഗം എന്താണെന്നൊക്കെ ചോദിക്കും. അതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സെവറൽ അവർ ഫുഡ് ആൻഡ് വെജിറ്റബിൾ ക്രോപ്സ് ആർ ബീയിങ് എക്സ്റ്റെൻസീവ്ലി കൾട്ടിവേറ്റഡ് ബൈ യൂസിങ് ദിസ് അപ്പോമിക്സിസ്. അപ്പോൾ ഈ അപ്പോമിക്സിസ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അറിയാലോ, ഹൈബ്രിഡ് വെറൈറ്റീസ് ആകുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് വെറൈറ്റീസിൽ നിന്ന് വീണ്ടും സീഡ് കളക്ട് ചെയ്ത് നമുക്ക് അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിലെ ഹോർട്ടിക്കൾച്ചർ ഫീൽഡിൽ വളരെയധികം ഉപയോഗം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.